സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത കേസിൽ 21കാരൻ ഇങ്ങനെ അറസ്റ്റിൽ. എത്രയോ സംഭവങ്ങൾ ഫോട്ടോകൾ ചോദിച്ചിട്ട് മറ്റു പല രീതിയിൽ ചീറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് കൗൺസിലിംഗ് ഈ പെൺകുട്ടികളെ പ്രണയമായിട്ട് വരാറുണ്ട്. മാഷാ, ഞാൻ ഇന്നൊരു അഹങ്കാരം പറയാൻ വിചാരിക്കരുത്, വന്നതിലൊരു 98%. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. അന്നൊരു വാർത്ത കണ്ടു. എൻ്റെ നാട്ടിലൊരു പ്രാദേശിക ചാനലിലെ വാർത്ത, എല്ലാ ചാനലിലും ഉണ്ട് കേട്ടോ, മീഡിയ വണ്ണിലും മാതൃഭൂമിയിലും മനോരമയിലും എല്ലാത്തിലും വന്നൊരു വാർത്തയാണ്. പക്ഷെ ഞാനിതിൽ കാണിക്കുന്നത് എൻ്റെ നാട്ടിൽ വന്ന ഒരു പ്രാദേശിക ചാനലൊരു വാർത്തയാണ്. വാർത്ത എന്താണെന്ന് വെച്ചാൽ ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. ഈ വാർത്ത നിങ്ങൾ കാണി ആദ്യം. സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത കേസിൽ 21കാരൻ അറസ്റ്റിൽ. പ്രണയം നടിച്ച് 5 പവൻ സ്വർണമാണ് തട്ടിയത്. ചമ്രവട്ടം സ്വദേശി മുഹമ്മദ് അജ്മലിനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. സമാന കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയതിന് പിന്നാലെയാണ് പുതിയ തട്ടിപ്പ്. സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി നഗ്ന ഫോട്ടോ കൈക്കലാക്കുകയും പിതാവ് ജ്വല്ലറി വ്യാപാരിയാണെന്നും സ്വർണമാല പണിയിച്ചു നൽകാമെന്നും വാഗ്ദാനം നൽകി 5.5 പവൻ തൂക്കം വരുന്ന മാല കൈക്കലാക്കുകയായിരുന്നു. ജൂലൈ 5-ന് മാലയുമായി മുങ്ങിയ അജ്മൽ പിന്നീട് സ്നാപ്ചാറ്റ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് ഒളിവിൽ പോയി. പിന്നീട് ശാസ്ത്രീയമായ അന്വേഷണത്തിലൊടുവിലാണ് അജ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 4-നാണ് പെൺകുട്ടിയെ അജ്മൽ പരിചയപ്പെടുന്നത്. പിന്നീട് വിവാഹ വാഗ്ദാനം നൽകിയ യുവാവിന് പെൺകുട്ടി നഗ്ന ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു. തുടർന്ന് പിതാവ് ജ്വല്ലറി വ്യാപാരിയാണെന്നും മാലയുടെ ചിത്രം അയച്ചു തന്നാൽ പുതിയ മോഡലിലുള്ള മാല പണിയിച്ചു നൽകാമെന്നും പറഞ്ഞു. അതോടെ പെൺകുട്ടി സ്വന്തം മാലയുടെ ചിത്രം അയച്ചു കൊടുത്തു. എന്നാൽ ഇത് ചെറുതാണെന്നും വലിയ മാലയാണെങ്കിൽ അതിലും വലിയ മാല നൽകാമെന്നും വാഗ്ദാനം നൽകി. തുടർന്നാണ് കുട്ടി ഉമ്മയുടെ മാല കൈക്കലാക്കി ചിത്രം അയച്ചു കൊടുത്തത്. ഇതോടെ മാല നേരിൽ കണ്ടാൽ മാത്രമേ മോഡൽ മനസ്സിലാകൂ എന്ന് പറഞ്ഞതനുസരിച്ച് ലൊക്കേഷൻ അയച്ചു കൊടുത്തത് പ്രകാരം വീട്ടിലെത്തിയ അജ്മലിന് പെൺകുട്ടി ജനലിലൂടെ മാല നൽകി. എന്നാൽ ഇയാൾ മാലയുമായി കടന്നു കളഞ്ഞു. വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലായ പെൺകുട്ടി രക്ഷിതാക്കളോട് വിവരം പറയുകയും പെൺകുട്ടിയും വീട്ടുകാരും വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. പിന്നീട് അജ്മലിന് വേണ്ടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. CCTV ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത്. സ്നാപ്ചാറ്റ് ആപ്പിന്റെ അതോറിറ്റി വിദേശത്തായതിനാൽ ആണ് അറസ്റ്റ് വൈകിയത്. ഉപയോഗിച്ച ഫേക്ക് ID ഇയാളുടേത് തന്നെയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത്. അജ്മൽ കഴിഞ്ഞ വർഷവും സമാനമായ കേസിൽ പിടിയിലായിരുന്നു. അന്ന് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൽപ്പകഞ്ചേരി സ്വദേശിനിയാണ് തട്ടിപ്പിനിരയായത്. ഈ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് ഇറങ്ങിയതിന് പിന്നാലെയാണ് തട്ടിപ്പ്. അജ്മലിനെതിരെ കൽപ്പകഞ്ചേരി, തിരൂർ പോലീസ് സ്റ്റേഷനുകളിലും സമാനമായ കേസുണ്ട്. ഇനിയിപ്പോൾ ഈ സംഭവം ഉണ്ടായി, ഇനിയെങ്കിലും ഒരു പാഠം പഠിക്കുമോ പെൺകുട്ടികളെ? നിങ്ങളുടെ മുന്നിൽ പ്രണയം നടിച്ചു വരുന്ന ഒരാൾക്ക് നിങ്ങളുടെ സ്വർണം കൊടുക്കുക, 5 പവൻ്റെ ഒക്കെ ഒരു സ്വർണം കൊടുക്കുക. പൊന്നു മക്കളെ, നിങ്ങൾക്ക് ഈ ഒരു പ്രായത്തിൽ തോന്നുന്ന അട്രാക്ഷൻ, ആ ഒരു വല്ലാത്തൊരു ആകർഷണീയത ഓപ്പോസിറ്റ് സെക്സിലുള്ള കുട്ടികളെ കാണുമ്പോൾ ഉണ്ടാവും. ഒരിക്കൽ പോലും ഈ ചതിയിൽ കൊണ്ടുപോയി പെടരുത്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ഫോട്ടോകൾ ചോദിച്ചിട്ട് മറ്റു പല രീതിയിൽ ചീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കുട്ടിയും സത്യം പറഞ്ഞാൽ പത്രങ്ങൾ വായിക്കില്ല, ചാനലിൽ കാണില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ കാണുന്ന ഒരു ഹൈസ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണുന്നുണ്ടോ? വേണ്ട, ഹയർ സെക്കൻഡറി പഠിക്കുന്ന വിദ്യാർത്ഥികൾ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും. ഞങ്ങൾ ഹയർ സെക്കൻഡറി പഠിക്കുന്നവരാണ്, ഹൈസ്കൂൾ പഠിക്കുന്നവരാണ്, ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഒരുപാട് അവയർനെസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പറയും ഈ വീഡിയോ കാണുന്നത് മുഴുവനും ഒരു രക്ഷിതാക്കൾ അടങ്ങുന്നൊരു സമൂഹമായിരിക്കും. രക്ഷിതാക്കൾ പറഞ്ഞത് ഈ മക്കൾക്ക് കേൾക്കാൻ വേണ്ട. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികൾക്ക് നല്ല രക്ഷിതാക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പെൺകുട്ടികൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നോക്കാം. പെൺകുട്ടികൾക്കൊരു നിശ്ചിത ഒരു കൗമാരക്കാലം ആയിക്കഴിഞ്ഞാൽ, അഡോളസൻസ് പ്രായം ആയിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ആകർഷണീയതയാണ് ഓപ്പോസിറ്റ് സെക്സിനോട്. ഇതിന് കൂടുതലൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിപ്പോൾ ഈ ഒരു അജ്മലിനെ മാത്രമല്ല, അജ്മലൊക്കെ മുൻപ് കേസിൽ പ്രതിയായ ഒരാളാണ്. അപ്പോൾ ഞാൻ വിശദീകരിക്കണില്ല, ഞാൻ അവിടേക്ക് വിശദീകരിക്കാൻ പോകണമല്ല. മുൻപും സമാന അനുഭവം ഉണ്ടായിട്ടും പഠിക്കാത്തവരാണ്. നന്നായിട്ട് പഠിക്കണം, ഇത്തരക്കാർക്ക് നല്ല ശിക്ഷ കിട്ടണം എന്നുള്ള അഭിപ്രായമാണ്. പേഴ്സണലി ഞാൻ അങ്ങനെ അഭിപ്രായമുള്ള ഒരാളാണ്. പിന്നെ ഇത് സഹായിച്ച ഡ്രൈവറും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. മനോജ് എന്നാണ് ആളെ പേര്. പിടിക്കട്ടെ, എല്ലാവരും പിടിക്കട്ടെ. ഇപ്പോൾ ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുമ്പോൾ രക്ഷിതാക്കൾ എന്താ ചെയ്യേണ്ടത്? പെൺകുട്ടികൾ മനസ്സിലാക്കുക, അഡോളസൻസ് പ്രായമായാൽ ഈ കുട്ടികൾക്ക് ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളോട് ഒരു ആകർഷണം തോന്നും. അത് സ്വാഭാവികമാണ്, അങ്ങനെ തോന്നണം. നിങ്ങൾക്ക് ഓപ്പോസിറ്റ് കാണാൻ ആഗ്രഹം തോന്നും, ഇഷ്ടം തോന്നും, ഇഷ്ടക്കേട് തോന്നും, അവരുമായിട്ട് ഭയങ്കര സല്ലപിക്കാൻ തോന്നും. പക്ഷേ ഇത് രക്ഷിതാക്കൾ അറിയുന്നില്ല. 2 തരം രക്ഷിതാക്കളുണ്ട്. ഒന്ന്, ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ അടിച്ചമർത്തിയിട്ട് അടിപിടിയായിട്ട് ഇത് പ്രശ്നമാക്കും. ഒരു കൂട്ടരത്തിനെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് വലുതായിട്ട് നോക്കാം, കാര്യങ്ങളൊക്കെ കുട്ടിയുടെ പോയി ഉമ്മാനെ പോയി കണ്ടിട്ട് നല്ല കാര്യമാണെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കണ ഉമ്മാരുണ്ട്.
കുട്ടി പഠിക്കുന്നത് ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ ഹൈസ്കൂളിലാണ്, ഇപ്പം തന്നെ പെൺകാര്യം ആലോചിച്ചിട്ട്, എന്നിട്ട് ആ കുട്ടിയുടെ ഭാവികൾ ഇല്ലാതാക്കുക കേട്ടോ. അപ്പോൾ ഇത്തരം സംഗതികൾ നിങ്ങൾ ചെയ്യണത് നല്ലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം. നിങ്ങളുടെ മക്കൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടികളാണ്. ഇപ്പോൾ എൻ്റെ അടുത്തൊരു കുട്ടീനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. കുട്ടീനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് വേറൊരു വിഷയത്തിനാണ്. പക്ഷേ ഞാൻ ആ കുട്ടീനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കുട്ടിക്കൊരു പ്രണയം ഉണ്ടെന്നുള്ളത്. അത് ചിലവർ ഈ അങ്ങനെ പഠിയും. നമ്മളൊരാളെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ പ്രണയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഫേസ് റീഡിംഗ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. അപ്പോൾ ആ കുട്ടീനെ കൊണ്ടുവന്ന സബ്ജക്റ്റ് വേറൊന്നിനാണ്, വേറെന്തോ ഒരു വിഷയം ഞാൻ വേറെ പറയണില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്കൊരു പ്രണയമില്ലേ? ഞാൻ പറഞ്ഞു ഇന്ന ആളല്ലേ, ഇന്ന രീതിയിലല്ലേ, ഇന്ന പിന്നാലെ നടക്കണില്ലേ. ഇതൊക്കെ എങ്ങനെ സാർ? ഞാൻ പറഞ്ഞു ഞാനിത് വാപ്പാടൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷേ അത് മനസ്സിലാക്കണം. അപ്പോൾ ആ കുട്ടി കൗൺസിലിംഗ് കഴിഞ്ഞ് ബോബിനോട് പറഞ്ഞു, ഞാൻ വന്നതൊരു കാര്യത്തിനാണെങ്കിലും എനിക്ക് കിട്ടിയത് വലിയൊരു ഉപകാരമാണ്. ആ കുട്ടി ഒരു പ്രണയക്കിണിയിലേക്ക് വന്ന് ചാടുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ പ്രണയമായിട്ട് ബന്ധപ്പെട്ടൊന്നും അല്ല അവർ കൊണ്ടുവന്നത് കേട്ടോ, കൊണ്ടുവന്നത് വേറെ പർപ്പസിനാണ്. പക്ഷേ എൻ്റെ അടുത്ത് വന്നപ്പോൾ അത് വലിയ രക്ഷയായിട്ട് ആ പെൺകുട്ടി എനിക്ക് സന്ദേശം അയച്ചു. വലിയ സന്തോഷമുണ്ട്, അന്ന് സാറടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവൻ്റെ കെണിയിൽ പെടുമായിരുന്നു. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കണം. ആ കൗൺസിലിംഗ് എൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് കൗൺസിലിംഗ് ഈ പെൺകുട്ടികളെ പ്രണയമായിട്ട് വരാറുണ്ട്. മാഷാ, ഞാൻ ഇതിൻ്റെ ഒരു അഹങ്കാരം പറയാൻ വിചാരിക്കരുത്. വന്നതിലൊരു 98% ഇത്തരം പ്രണയബന്ധങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ അൽഹംദുലില്ലാ എനിക്ക് കഴിഞ്ഞിട്ട്. അത് എൻ്റെ ഗുണം കൊണ്ടൊന്നുമില്ല, എൻ്റെ ക്വാളിറ്റി കൊണ്ടൊന്നുമില്ല കേട്ടോ. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെയും റസൂലുള്ളാഹിൻ്റെയും ഒരു അനുഗ്രഹം അതിലുണ്ടായത് കൊണ്ട് സംഭവിച്ചു. ഒരാ പ്രണയക്കണിയിൽ നിന്ന് മാറി. ഞാൻ ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. നമുക്ക് അവരുടെ പ്രണയം മാറ്റാം. ഒരു 2-3 കൗൺസിലിങ്ങിൻ്റെ സിറ്റിങ് കഴിയുമ്പോഴേക്ക് അത്തരമൊരു പ്രണയ ചിന്താഗതി ഈ പെൺകുട്ടികളെ മാറ്റിയെടുക്കാൻ പറ്റും. ഇത് പലപ്പോഴും രക്ഷിതാക്കൾ ഇത് ഹാൻഡിൽ ചെയ്യുന്ന രീതി എന്താണ്? തെറ്റായ രീതിയിലാണ്. അടിച്ചമർത്തി അടിച്ച് ഇടിച്ച് യാരാണ്ടി മറ്റേതാണ്. വാപ്പിയും ഉമ്മയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പേ തെറ്റാണ്. വാപ്പ പറയും ഞാൻ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഉമ്മ പറയും ഓൾക്ക് എന്തിൻ്റെ കുറവാണ്. പക്ഷേ കുട്ടികൾക്കൊരു സാധനത്തിൻ്റെ കുറവുണ്ട്. കുട്ടികൾക്കൊരു അംഗീകാരം വേണം. ഈ അംഗീകാരമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു കേസിൽ ആലോചിച്ച് നോക്ക്, 14 വയസ്സുള്ളൊരു പെൺകുട്ടി 5 പവൻ്റെ മാല കൊടുക്കുക, എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കിയത്. ഇനി സ്വർണ്ണപ്പണിക്കാരാണ്, ഇങ്ങനെ ഫോട്ടോസ് അയച്ചു കൊടുക്കുക. ഇതൊക്കെ ഇപ്പോൾ ഒരു വാർത്ത ആയതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. അപ്പോൾ രക്ഷിതാക്കളെ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ മക്കൾക്ക് ഏത് നിമിഷവും പെൺകുട്ടികൾക്ക് ഈ പ്രണയക്കെണിയിൽ പെടാം. അപ്പോൾ പ്രണയക്കെണിയിൽ പെടുന്ന സമയത്ത് നമ്മൾ ചെന്ന് ആലോചിച്ചിട്ട് കാര്യം, അതിന് മുൻപാണ് നമ്മൾ ഇടപെടേണ്ടത്. അപ്പോൾ നമ്മുടെ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ഒരു കൗൺസിലിംഗ് കൊണ്ടുപോകുക. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടത്തിൽ ചാടുമ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഇത് പിന്നെ നമ്മൾ ഒടുവിൽ മതം മാറി, ജാതിയും മാറി, എന്താ പറയുക, വാപ്പാനും വേണ്ട ഉമ്മാനും വേണ്ട, പ്രണയിക്കണോൻ്റെ പിന്നാലെ തന്നെ പോവുകയാണ്. പല കേസിൽ ഈ പെൺകുട്ടികളാണ് ഈ പ്രണയത്തിൻ്റെ പിന്നിൽ ഭയങ്കര ധൈര്യം കൊടുക്കുക. ഈ ഇങ്ങോട്ട് പോരെ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെ മൂച്ചിമ്മ കയറ്റൽ ആരായിരിക്കും? പെൺകുട്ടികളാണ്. പക്ഷേ കേസായി കഴിഞ്ഞാൽ ഈ ആൺകുട്ടികൾ കൊടുക്കും. കേസ് മുഴുവൻ പോക്സോ കേസും ആരിൽ പീഡിപ്പിച്ചതൊക്കെ ആണെങ്കിൽ ഇതിൽ എത്രയോ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനത്തെ വാർത്തയാണ്, പിതാവ് തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പെൺകുട്ടികളെയും കൊണ്ടുപോയിട്ട് ഹോട്ടലിൽ പോവുകയാണ്. പിതാവ് നല്ല കുടിച്ച് നല്ല പൂസാട്ടോ. അങ്ങനത്തെ കുടിച്ച് പൂസാണ്, ബോധമില്ല എന്ന് അറിഞ്ഞേക്ക് കൂടെ വന്ന സുഹൃത്തുക്കൾ ഇയാളുടെ മകളെ ലൈംഗികമായിട്ട് സ്പർശിക്കാൻ തുടങ്ങി. ഇത് നാട്ടുകാർ കണ്ടിട്ട് പെടച്ചു, ഹോട്ടലിൽ അടിപിടിയായി, അവസാനം പോലീസ് പിടിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതു കൾച്ചർ. പ്രത്യേകിച്ചിട്ട് പെൺകുട്ടികളാവുമ്പോൾ ഇത്തരത്തിലുള്ളൊരു അട്രാക്ഷനിലേക്ക് പോയി ചാടാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഇവനെ തന്നെ പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് ഈ പ്രതിനെ ഓൻ്റെ മുഖം കണ്ട് കാണിക്കടാ, മുഖം കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് അലറി വിളിക്കുന്നത് കാണാം. അത് ഞാൻ മീഡിയ കൊണ്ടാണ് വന്നത്, കാണട്ടെ. ഓൻ്റെ മുഖം കാണിക്കണം എന്നാണ് ആളുകൾ ആവശ്യപ്പെടുന്നത്. ഇതാ അതിലുണ്ട്. നമ്മുടെ മക്കൾക്ക് ഇത് ആയോക്കണം. അപ്പം എന്തായാലും പെൺകുട്ടികളും ആൺകുട്ടികളും എന്നുള്ളത് 2 ഓപ്പോസിറ്റ് സെക്സുകളാണ്. അവർ തമ്മിൽ ആകർഷണത ഉണ്ടാവും. ഉണ്ടായിക്കഴിഞ്ഞാൽ അടിച്ചമർത്തി ബഹളം വെച്ചിട്ട് ഉള്ള സമാധാനം കളയല്ല വേണ്ടത്. നല്ലൊരു കൗൺസിലിങ്ങിനെ കൊണ്ട് റെഡിയാക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഞാൻ പറയുന്നത് 98% നേരെയാക്കി വിട്ടിട്ടുണ്ട്. എല്ലാതും നേരെയായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് റെഡിയാക്കി തരും. അതൊരു എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസമാണ്. മക്കൾ ഈ അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക.